വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ പേര് ചേർക്കുന്നവർ ഉൾപ്പെടുക സപ്ലിമെന്ററി ലിസ്റ്റിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്കും വോട്ട് ചെയ്യാം. ഇന്നുവരെയുള്ള അപേക്ഷകൾ മാത്രമാകും SAR അന്തിമ പട്ടികയിൽ ഉൾപ്പെടുക. ഫെബ്രുവരി 21-നാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. സഫ്വാൻ കാളികാവ് വിവരങ്ങളുമായി ചേരുന്നു. സഫ്വാൻ, ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് SARലുള്ളത്? അജിംസ്, വോട്ടർ പട്ടികയിൽ കരട് വോട്ടർ പട്ടികയ്ക്ക് മേൽ പരാതികളും ആക്ഷേപങ്ങളും ഉന്നയിക്കാനുള്ള സമയപരിധിയാണ് ഇന്ന് അവസാനിക്കുക. അതേസമയം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടിക്രമങ്ങളും ഭാഗികമായി തന്നെ ഇന്ന് അവസാനിക്കുകയാണ്. അതായത് ഇന്ന് ഫോം 6 വഴി പുതിയ വോട്ടറായി അപേക്ഷ നൽകുന്നവരായിരിക്കും ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുക എന്നാണ് കമ്മീഷൻ അറിയിക്കുന്നത്. നാളെ മുതലും ഫോം 6 വഴി പുതിയ വോട്ടറായി ഈ കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് അപേക്ഷ നൽകാൻ അവസരമുണ്ട്. പക്ഷേ നാളെ മുതൽ അപേക്ഷ നൽകുന്നവർ അന്തിമ പട്ടികയിൽ ഉൾപ്പെടില്ല. അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രസിദ്ധീകരിക്കുന്ന ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആയിരിക്കും ഉൾപ്പെടുക എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന തീയതി വരെ ഒരാൾക്ക് ഇത്തരത്തിൽ പുതിയ വോട്ടർമാരായി അപേക്ഷ നൽകാം. നിലവിൽ കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത മുഴുവൻ ആളുകളും 18 വയസ്സായ ഒരു പൗരൻ എങ്ങനെയാണോ പുതിയ വോട്ടറായി അപേക്ഷ നൽകുന്നത്, ആ അർത്ഥത്തിലാണ് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് പുതിയ ID കാർഡ് ആയിരിക്കും ലഭിക്കുക. ഇവർ പുതിയ വോട്ടർമാരായിരിക്കും കമ്മീഷൻ തന്നെ പരിഗണിക്കുക. അതേസമയമുള്ള നേരത്തെ പട്ടികയിലുള്ള കാര്യങ്ങളൊക്കെ റദ്ദ് ചെയ്ത് പുതിയ വോട്ടർമാരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപേക്ഷിക്കുക. ഏതായാലും SIRൻ്റെ അന്തിമ പട്ടികയിൽ ഉൾപ്പെടണമെങ്കിൽ ഇന്നുകൂടി പേര് ചേർക്കാനുള്ള അവസരമേ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് 12 മണി വരെ, അർദ്ധരാത്രി 12 മണി വരെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇത്തരത്തിൽ അപേക്ഷ നൽകുന്നത് സ്വീകരിക്കുമെന്നാണ് കമ്മീഷൻ അറിയിക്കുന്നത്. നമുക്കറിയാം, ഫെബ്രുവരി 14 വരെയാണ് ഈ കരട് പട്ടികയിൽ 2002 പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാത്തവരുടെ ഹിയറിംഗ് നടപടിക്രമങ്ങൾ നടക്കുന്നത്. ആ ഹിയറിംഗ് നടപടിക്രമങ്ങൾ അതിനുകൂടി ശേഷമായിരിക്കും ഫെബ്രുവരി 21 കമ്മീഷൻ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഈ അന്തിമ പട്ടിക പ്രകാരമായിരിക്കും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുക. അതിനു മുമ്പേ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് കൂടി പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. അജിംസ്.